കൊച്ചിയിൽ പ്രകടമായ മാറ്റമുണ്ടായി, കേരളത്തിലാകെ മാറ്റമുണ്ടായി. നടപടികൾ ശക്തിപ്പെടുത്തി. കഴിഞ്ഞ കൊല്ലം 1138 പരിശോധനയാണ് നടത്തിയതെങ്കിൽ ഈ കൊല്ലം നടത്തിയത് 44,800 പരിശോധനയാണ്. കഴിഞ്ഞ കൊല്ലം 2,09,000 രൂപയാണ് ഫൈൻ ഈടാക്കിയതെങ്കിൽ ഈ കൊല്ലം 4.56 കോടി രൂപയാണ് ഫൈൻ ഈടാക്കിയത്. കുറച്ച് കാശ് കൊടുത്തവർക്ക് മുഷ്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് കണക്കാക്കേണ്ടതില്ല എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. മാലിന്യം റോട്ടിൽ തള്ളിയ ഫൈൻ വരും. അതിൽ ശക്തമായ നിലപാടെടുക്കണം. ഒരു MLA ഒരു അനുഭവം എന്നോട് പറഞ്ഞു. ഒരു സ്ഥലത്ത് മാലിന്യം തള്ളി, പിടിച്ചു, എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചു, 10,000 രൂപ ഫൈൻ ഇട്ടു. അല്ല 10,000 അല്ല, 25,000 രൂപ ഫൈൻ ഇട്ടു. ഉടൻ ഫോൺ അടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഫൈൻ അടിച്ചാൽ ഫോൺ അടിക്കും. MLA വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഇതൊന്ന് ഒഴിവാക്കി തരാൻ ഇടപെടണം. MLA പറഞ്ഞു ഞാനതിൽ ഇടപെടില്ല. അപ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത്രേ, തെരഞ്ഞെടുപ്പ് ഇനിയും വരും, എൻ്റെ വീട്ടിൽ 7 വോട്ടുണ്ട് കാണിച്ചു തരാം എന്ന്. അപ്പം അദ്ദേഹം ഉറച്ച മറുപടി കൊടുത്തു, ഇതിൻ്റെ പേരിൽ വോട്ട് ചെയ്യില്ലെങ്കിൽ വേണ്ട എന്ന് മറുപടി കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ ജനപ്രതിനിധികൾ മുന്നോട്ട് വരണം. വേറൊരു MLA അനുഭവം പറഞ്ഞു. തെരുവിൽ മാലിന്യം കൂടിക്കടന്ന സ്ഥലങ്ങൾ 500 കേന്ദ്രങ്ങൾ കണ്ടെത്തി മണ്ഡലത്തിലാകെ വൃത്തിയാക്കി ബ്യൂട്ടി സ്പോട്ടുകളാക്കി ഉദ്ഘാടനം നടത്തി. ടൗണിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യം കൂടി കടന്ന സ്ഥലം വൃത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു. പിറ്റേ ദിവസം അവിടെ ഒരു ചവറ് മാലിന്യം. അപ്പം MLAക്കും വാശിയായി, എന്നാൽ പിന്നെ ഇത് കണ്ടുപിടിക്കണം. ഇതാരാണ് ഈ കടുങ്കൈ ചെയ്തത്? CCTV വെച്ച് പരിശോധിച്ചപ്പോൾ തൊട്ടടുത്ത സ്കൂളിലെ ടീച്ചറെ പിടിച്ചു. ടീച്ചർ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു കയ്യിൽ സ്കൂളിലേക്കുള്ള ബാഗ്, മറ്റേ കയ്യിൽ വീട്ടിൽ അടുക്കളയിലെ മാലിന്യം. 10,000 രൂപ ഫൈൻ വന്നു, പത്രത്തിൽ പേര് വന്നു, ആകെ നാണക്കേടായിപ്പോയി. വേറൊരു സ്ഥലത്ത് പിടിച്ചത് LSGDയിലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ, മറ്റൊരു സ്ഥലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, ഒരു മെമ്പറേയും പിടിച്ചല്ലോ ഇവിടെ എറണാകുളത്ത്. അപ്പോൾ ഇതിൽ ഈ വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസമുള്ളവരും നല്ല ജോലിയുള്ളവരും ഒക്കെ ചെയ്യുന്ന ഏർപ്പാട് ഇതാണ്. നല്ലൊരു ഭാഗം, എല്ലാവരും ഞാൻ പറയുന്നില്ല, നല്ലൊരു ഭാഗം, വളരെ കുറവല്ല, ഇതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും ക്യാമറ വെക്കണം. കാരണവന്മാർ പണ്ട് പറയും മുകളിലിരുന്ന ഒരാളെല്ലാം കാണുന്നുണ്ട് എന്ന്. അതിപ്പോൾ CCTV ആണ്, ഓർമ്മ വേണം. CCTV എല്ലാം കാണുന്നുണ്ട് എന്ന് ഓർമ്മ വേണം. അങ്ങനെയല്ലേ പലരും കൊടുക്കുന്നത്. അപ്പോ ഈ മനോഭാവത്തിൽ മാറ്റം വരണം. അതാണ് ഞാൻ പറഞ്ഞത്. ശ്വാസം കിട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ കൊച്ചിയിൽ ചില വ്യവസ്ഥകൾ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞത് ഇതിവിടെ നടക്കില്ല എന്നുള്ളതാണ്. ആ മനോഭാവത്തിൽ മാറ്റം വരണം. നമുക്കൊരു ദുരന്തമുണ്ടാവുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഉത്കണ്ഠപ്പെടുകയും വ്യാകുലപ്പെടുകയും അത് കഴിഞ്ഞാൽ ഉടൻ അത് വിസ്മരിക്കുകയും ചെയ്യുന്ന മനോഭാവത്തിൽ മാറ്റം വരണം.